ദ ജേർണലിസ്റ്റിലേക്ക് മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA രാഷ്ട്രീയപരമായും സാമൂഹ്യപരമായും ഇല്ലാതാകുമെന്ന് കരുതുന്ന ഒരുപാട് പേർ നമുക്കിടയിലുണ്ട്. അതിൽ പ്രധാനികൾ CPMകാരും BJPക്കാരും തന്നെയാണ്. CPMകാർ അങ്ങനെ സ്വപ്നം കാണുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം രാഹുലിനോടുള്ള അടങ്ങാത്ത പക തന്നെയാണ്. എടോ വിജയ എന്ന വിളിയും കുഞ്ഞനന്തൻ ചത്തു എന്ന പ്രയോഗവും പൊതിച്ചോറ് കെട്ടുന്നവരോട് നടത്തിയ അധിക്ഷേപവുമൊക്കെ CPMന് രാഹുലിനോട് പക വർദ്ധിക്കുന്നതിന് കാരണമായി. എന്ന് മാത്രമല്ല, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖങ്ങളിലൊന്നായി അതിവേഗം വളർന്ന ആ ചെറുപ്പക്കാരൻ ഇല്ലാതായാൽ CPMന് തുടർഭരണം എളുപ്പമാകുമെന്നും അവർ കരുതുന്നു. എന്നാൽ BJPയെ സംബന്ധിച്ച് രാഹുലിനോട് പക തോന്നാനുള്ള കാരണം പാലക്കാട്ടെ വിജയമാണ്. രാഹുൽ ഇല്ലാതായാൽ പാലക്കാട് സീറ്റിൽ വിജയിക്കാമെന്ന സ്വപ്നമാണ് BJPയെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി നിലയുറപ്പിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അറസ്റ്റോടുകൂടി ഇല്ലാതാകുമോ എന്ന ചോദ്യത്തിന് രാഹുൽ തന്നെ നല്ല വ്യക്തമായി സ്പഷ്ടമായി മറുപടി നൽകിക്കഴിഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതെന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ 3 ദിവസത്തിലേറെയായി പോലീസിൻ്റെ കയ്യിലാണ്. അതായത് അർദ്ധരാത്രി പാലക്കാട് KPN ഹോട്ടലിലെ മുറിയിൽ നിന്ന് പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു, പത്തനംതിട്ടയിൽ എത്തിക്കുന്നു, അറസ്റ്റ് രേഖപ്പെടുത്തുന്നു. അതിനുശേഷം നേരത്തെ തയ്യാറാക്കിയ തിരക്കഥയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ DYFIക്കാരുടെയും CPMകാരുടെയും BJPക്കാരുടെയും ഇടയിലൂടെ വലിയ പോലീസ് ബന്ദോബസ്തിൽ വലിച്ചിഴച്ച് കോടതിയിലേക്ക് മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകുന്നു. അവിടെ നിന്ന് തിരിച്ച് ജയിലിലേക്ക് കൊണ്ടുപോകുന്നു. അതിനുശേഷം പിറ്റേന്ന് വീണ്ടും കോടതിയിൽ ഹാജരാക്കുന്നു. കോടതി കസ്റ്റഡി അനുവദിക്കുന്നു. AR ക്യാമ്പിലേക്ക് കൊണ്ടുപോകുന്നു. ഇന്ന് തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നു. പല തവണയായി രാഹുലിനെ ഇങ്ങനെ വലിച്ചിഴച്ച് പൊതുസമൂഹത്തിനിടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസ് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ആ കൊണ്ടുപോകലിലൊക്കെ രാഹുലിനോടുള്ള സർക്കാരിൻ്റെ അടങ്ങാത്ത പകയും ദേഷ്യവും പ്രകടമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ രാഹുൽ ഈ പോകുന്നതും വരുന്നതുമൊക്കെ എതിരാളികളുടെ കൂക്കിവിളികൾക്കും ചീമുട്ടയേറുകൾക്കും പ്രതിഷേധങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കും ഇടയിലൂടെയാണ്. എന്തിന് പാർട്ടിക്കാരെ പറയുന്നു, മാധ്യമങ്ങൾ പോലും, മാധ്യമപ്രവർത്തകർ പോലും രാഹുലിനോട് വളരെ വളരെ മോശമായി അസഭ്യം വിളിച്ചുകൊണ്ടാണ് പ്രതികരിക്കുന്നത്. അതിൻ്റെ ഒരു വീഡിയോ പുറത്തു വന്നിട്ടുണ്ട്. CPMകാർ പുറത്തുവിട്ടതാണ്. അത് ഒന്ന് കാണാം. ഈ വലിയ കാറ്റടിക്കാൻ വന്നതാ. എന്താ ഉളുപ്പാണ് അതിന്റെ? നോക്കുക, ഒടുവിൽ മാധ്യമങ്ങൾ പോലും രാഹുൽ മാങ്കൂട്ടത്തിലിനെ തെറിവിളിച്ചു തുടങ്ങി എന്ന മട്ടിൽ CPM ഗ്രൂപ്പുകൾ പ്രചരിക്കുന്ന ഈ വീഡിയോ, അത് ഒറിജിനൽ വീഡിയോ ആണോ എഡിറ്റഡ് വീഡിയോ ആണോ എന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷേ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാധ്യമങ്ങൾ പോലും പച്ചയ്ക്ക് രാഹുലിനെതിരെ തിരിഞ്ഞു നിൽക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. മാധ്യമപ്രവർത്തകരായാലും മാധ്യമ സ്ഥാപനങ്ങളായാലും ബയസ്ഡായി പക്ഷപാതപരമായി ഇടപെടരുത് എന്ന മാധ്യമ തത്വമൊക്കെ വലിച്ചു കീറി കൊട്ടയിൽ കളഞ്ഞിട്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇവിടെ മാധ്യമങ്ങൾ നിലപാടെടുക്കുന്നത്. നോക്കുക, കോടതിയുടെ ഭാഗത്തു നിന്ന് അതീവ ഗുരുതരമായ ഒരു പരാമർശവും ഇതുവരെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ടായിട്ടില്ല. ആദ്യത്തെ 2 കേസുകളിൽ ഒന്നിൽ ജാമ്യം കിട്ടി, മറ്റേ കേസിൽ നോട്ട് അറസ്റ്റ് കൊടുത്തിരിക്കുന്നു. ജാമ്യാപേക്ഷ പരിഗണിക്കാൻ വേണ്ടി 21-ാം തീയതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. 3ാമത്തെ കേസിൽ കോടതിയിൽ എത്തിച്ച രാഹുലിനെ പോലീസിൻ്റെ ആവശ്യപ്രകാരം കസ്റ്റഡിയിൽ വിട്ടു. അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. പക്ഷേ 7 ദിവസം ചോദിച്ചിട്ട് 3 ദിവസമേ കൊടുത്തുള്ളൂ. എന്ന് മാത്രമല്ല, ഇനി കസ്റ്റഡി കാലാവധി തീരുമ്പോൾ രാഹുലിൻ്റെ ജാമ്യം പരിഗണിക്കുകയും ചെയ്യും. അവിടെ എവിടെയും രാഹുലിനെതിരെ ഗുരുതരമായ ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല. പക്ഷേ ഒരു പരാതിയുടെ ബലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നൊരു തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയെ ഇത്രയധികം കടന്നാക്രമിക്കുന്നതിൻ്റെ സാങ്കത്യമാണ് ഇപ്പോൾ പൊതുജനങ്ങൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് ഇതൊരു രാഷ്ട്രീയ വേട്ടയാണ് എന്ന ആരോപണത്തിന് ബലം വരുന്നത്. ഇതൊന്നും തന്നെ ബാധിച്ചിട്ടില്ല എന്ന മട്ടിൽ നിൽക്കുന്ന രാഹുലിൻ്റെ ആ നിൽപ്പുണ്ടല്ലോ, ആ ചിരിയുണ്ടല്ലോ. നിങ്ങൾ ഈ 3 ദിവസവും രാഹുലിനെ കൊണ്ടു നടന്ന പോലീസ്, അതിനെ ചുറ്റി നിൽക്കുന്ന മാധ്യമങ്ങൾ, പ്രതിഷേധക്കാർ, CPMകാർ, BJPക്കാർ ഒക്കെ ആക്രോശിച്ചുകൊണ്ട് വല്ലാത്ത ഭീതിജനകമായ അസ്വസ്ഥതയുണ്ടാക്കുന്ന ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള ഇടപെടലുകളൊക്കെ ചുറ്റിനും നടന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ചുണ്ടിലെ ആ ചിരി നിങ്ങൾ ശ്രദ്ധിച്ചോ? ഞാൻ ഈ ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ
വല്ലാതെ ശ്രദ്ധിച്ചു പോയത് ആ ഒരു കാര്യമാണ്. രാഹുൽ പുഞ്ചിരി വിടുന്നില്ല. പലപ്പോഴും പുച്ഛത്തോടെയുള്ള ചിരിയാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രകടിപ്പിക്കുന്നത്. മാധ്യമങ്ങളോടൊന്നും ഒന്നും പറയാനില്ല, നീയൊക്കെ എന്തു പറഞ്ഞാലും ഞാൻ തിരിച്ചു വരും എന്ന നിശ്ചയദാർഢ്യമാണോ ആ ചിരിക്ക് പിന്നിൽ? ആ ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി വരുന്നുണ്ട്. അതായത് സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യനാണെങ്കിൽ അയാളുടെ മാനസിക നില തകർന്ന് മുഖം മുഴുവൻ ടെൻഷനും ആശങ്കയും ദേഷ്യവും ഒക്കെയായി കരച്ചിലിൻ്റെ വക്കോളം എത്തി ഒരുപക്ഷെ കരഞ്ഞുകൊണ്ടായിരിക്കും ആ മനുഷ്യൻ ഇങ്ങനെ പോവുക. കാരണം ജനങ്ങൾക്കിടയിൽ നിന്ന് പ്രവർത്തിച്ച ജനപിന്തുണ നേടി വിജയിച്ചൊരു MLA യെ ഒരു സാധാരണ മനുഷ്യന് നൽകുന്ന പരിഗണന പോലും നൽകാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നിരന്തരമായി വലിച്ചിഴയ്ക്കുമ്പോൾ, ചുറ്റും നിന്ന് വലിയ ജനക്കൂട്ടം ആക്രോശിക്കുമ്പോൾ, ചീമുട്ട എറിയുമ്പോൾ, കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുമ്പോഴൊക്കെ ഒരു മനുഷ്യൻ തകർന്നു പോകേണ്ടതാണ്. പക്ഷേ ഇവിടെ രാഹുൽ കണക്കുകൂട്ടി തന്നെയാണ് ഇറങ്ങിയിരിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. കാരണം അയാളുടെ മുഖത്തെ ആ ചിരി അത് പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടിയാണ്, പലരെയും പേടിപ്പിക്കുന്ന ചിരിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ പോലീസ് മൂന്നാമത്തെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്ത് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത ആ നടപടി നിയമ നടപടികൾ കൃത്യമായി പാലിക്കാതെയാണ് എന്ന് റിട്ടയർഡ് SP ജോർജ് ജോസഫ് സാറിനെ പോലെയുള്ള നിയമവിദഗ്ധർ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആ വീഡിയോകളൊക്കെ വൈറലായി പടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ വീഡിയോകളിലൊക്കെ അദ്ദേഹത്തെ പോലുള്ളവരൊക്കെ പറയുന്നത് ഇതിൽ പോലീസ് പല നിയമ നടപടിക്രമങ്ങളും പാലിച്ചിട്ടില്ല എന്നാണ്. അതായത് രാഹുലിനെ എങ്ങനെയെങ്കിലും അകത്തിടണം, ഭേദ്യം ചെയ്യണം, പൊതുജനങ്ങൾക്കിടയിലൂടെ വളരെ മോശമായ രീതിയിൽ ഒരു ഇമേജ് ഉണ്ടാക്കുന്ന വിധത്തിൽ കൊണ്ടു നടക്കണമെന്ന സർക്കാരിൻ്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണിത്. ഇത് നിയമപരമായി തെറ്റാണ്. രാഹുൽ തിരിച്ച് കേസുമായി മുന്നോട്ട് പോയാൽ ഈ പോലീസുകാർക്ക് പെൻഷൻ പോലും കിട്ടില്ല എന്ന കാര്യം ഇവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പക വീട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടി, അതായത് ഇപ്പോൾ അനുഭവിക്കാനുള്ളതെല്ലാം അനുഭവിച്ച ശേഷം നിയമപരമായി തന്നെ ഇങ്ങനെ നിയമവിരുദ്ധമായി കൈകാര്യം ചെയ്തവർക്കെതിരെ, നടപടിക്രമങ്ങൾ കൃത്യമായി പാലിക്കാതെ തന്നെ ഇട്ടുകൊടുത്തവർക്കെതിരെ, തല്ലാനും കൂക്കി വിളിക്കാനും ചീമുട്ടയെറിയാനും ഒക്കെ ഇട്ടുകൊടുത്തവർക്കെതിരെ കൃത്യമായി നിയമ നടപടികളുമായി മുന്നോട്ട് പോയി അവരെ പാഠം പഠിപ്പിക്കുക എന്ന ലക്ഷ്യം രാഹുലിൻ്റെ മനസ്സിൽ ഉണ്ടാകുമോ എന്ന ചർച്ചകൾ ഇപ്പോൾ സജീവമാണ്. അതുപോലെ തന്നെ എന്തുകൊണ്ട് രാഹുൽ ഇപ്പോഴും ചിരിക്കുന്നു? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മാനസിക രോഗ വിദഗ്ധർ പോലും അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ടാകും, എന്താണ് ഈ മനുഷ്യൻ ഇങ്ങനെയെന്ന്. കാരണം അത്രയും കോൺഫിഡൻസിൽ തല പോലും താഴ്ത്താതെ മാധ്യമങ്ങളെ നോക്കി ചിരിച്ച്, ചിലപ്പോൾ അത് പുച്ഛത്തിൻ്റെ ചിരിയാണ്, എപ്പോഴും മുഖത്തൊരു ചിരിയുമായി നടക്കുകയാണ്. ഒരു പക്ഷേ ഉള്ളിലെ ഭയം പുറത്ത് കാണിക്കാതിരിക്കാമെന്ന് വാദിക്കുന്നവരുണ്ട്. ഇനിയല്ല, തനിക്ക് കിട്ടാവുന്നതിൻ്റെ പരമാവധി താൻ അനുഭവിച്ച് കഴിഞ്ഞിരിക്കുന്നു, ഇനി തനിക്ക് മുന്നും പിന്നും നോക്കാനില്ല, ഒന്നും നഷ്ടപ്പെടാനില്ലാത്തവൻ്റെ ധൈര്യം സംഭരിച്ചുകൊണ്ട് രാഹുൽ മുന്നോട്ട് പോവുകയാണോ എന്ന് ചിന്തിക്കുന്നവരുണ്ട്. എന്തായാലും രാഹുലിൻ്റെ ഈ പുഞ്ചിരി വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ്. രാഹുലിനെ അനുകൂലിക്കുന്ന വലിയൊരു സംഘം ആളുകൾ കേരളത്തിലുണ്ട്. വലിയ ജനക്കൂട്ടം തന്നെ രാഹുലിനെ അനുകൂലിക്കുന്നുണ്ട്. ഇപ്പോൾ ശ്രീനാദേവി കുഞ്ഞമ്മയെ പോലെയുള്ള കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ നിരവധി കോൺഗ്രസ് നേതാക്കളും അനുഭാവികളും അതുപോലെ തന്നെ നിഷ്പക്ഷരായിട്ടുള്ള ജനങ്ങളും വീട്ടമ്മമാരും സ്ത്രീകളും ഒക്കെ ഒരു വലിയ പിന്തുണ രാഹുലിനുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടത്തുന്ന പ്രതികരണങ്ങളിൽ മനസ്സിലാകുന്ന ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വരിക തന്നെ ചെയ്യുമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചു വന്ന് തന്നെ കുടുക്കാൻ ഗൂഢാലോചന നടത്തിയവർക്കെതിരെ കൃത്യമായി തിരിച്ചടിക്കും എന്ന നിലയിലേക്ക് മാനസികമായി തയ്യാറെടുത്തിരിക്കുന്നുവെന്നും അധികം വൈകാതെ ജാമ്യം കിട്ടുമെന്നുള്ള നിയമോപദേശം രാഹുലിന് ലഭിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് തന്നെ പുറത്തിറങ്ങി ഇതിനുള്ള മറുപടികൾ ഒന്നൊന്നായി കൊടുക്കാൻ കഴിയുമെന്നുമുള്ള ആത്മവിശ്വാസം രാഹുലിന് വന്നിട്ടുണ്ട് എന്നും അതുകൊണ്ടാണ് രാഹുൽ ഇങ്ങനെ ചിരിച്ച് പ്രതികരിക്കുന്നത് എന്നുമൊക്കെയാണ് ഇപ്പോൾ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ച. ഞാൻ ഇപ്പോഴും പറയുന്നു, ആ യുവതി നൽകിയ പരാതിയുടെ മെറിറ്റിനെ കുറിച്ചല്ല സംസാരിക്കുന്നത്. അതിൽ അന്തിമമായി വിധി പറയേണ്ടത് കോടതി തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടുക തന്നെ വേണമെന്നതാണ് നമ്മുടെ നിലപാട്. പക്ഷേ കോടതി രാഹുലിനെതിരെ ഒരു വാക്ക് പോലും പറയാതിരിക്കുന്ന ഈ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ കേസിൽ ജാമ്യം കിട്ടുകയും രണ്ടാമത്തെ കേസിൽ നോട്ട് അറസ്റ്റ് നിലനിൽക്കുകയും മൂന്നാമത്തെ കേസിൽ കസ്റ്റഡിയിൽ മാത്രമാണ് എന്നുള്ളൊരു സാഹചര്യം, ഇതൊരു സ്വാഭാവിക നടപടിക്രമമാണ് എന്നുള്ള ഒരു സാഹചര്യം നിലനിൽക്കുകയും ചെയ്യുമ്പോഴേക്കും രാഹുൽ ഈ കുറ്റങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന മട്ടിൽ വലിയ തോതിൽ രാഹുലിനെ കടന്നാക്രമിക്കുന്നതിലെ രാഷ്ട്രീയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. സ്വർണ്ണക്കൊള്ള വിഷയമടക്കം എല്ലാം രാഹുൽ വിഷയത്തിലൂടെ മൂടി വെച്ചുകൊണ്ട് ഇതൊരു ജനകീയ സർക്കാരാണ്, സ്ത്രീപക്ഷ സർക്കാരാണ് എന്ന നിലയിൽ ജനങ്ങൾക്കിടയിൽ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന കാലത്ത് ഒരു ധാരണ പരത്തുന്ന നിലയിലേക്ക് ഒരു വലിയ ക്യാമ്പയിനാണോ ഇതിന് പിന്നിലെന്ന സംശയം കൃത്യമായി ഉയരുന്നുണ്ട്.
ഇപ്പോൾ രാഹുലിനെ നോക്കുക, രാഹുൽ മാങ്കൂട്ടത്തിൽ കേസുമായി സഹകരിക്കുന്നില്ലെന്ന് പറയുന്നു, പാസ്വേഡ് കൊടുക്കുന്നില്ല, ലാപ്ടോപ്പ് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അങ്ങനെ പൂർണ്ണമായും പോലീസ് വിചാരിക്കുന്നതൊന്നും രാഹുലിൽ നിന്ന് കിട്ടാത്തൊരു സാഹചര്യം വരുമ്പോൾ അവിടെയും മനക്കട്ടിയോടെ മനസ്സുറപ്പിച്ച് രാഹുൽ എല്ലാത്തിനെയും നേരിടാൻ സജ്ജനായിരിക്കുകയാണ് എന്ന വ്യാഖ്യാനവും വരുന്നുണ്ട്. എന്തായാലും ഞാൻ മനസ്സിലാക്കുന്നത് ഈ ചിരി എന്ന് പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്തൊക്കെയോ കരുതിക്കൂട്ടി തന്നെ ചിരിക്കുന്നതാണ്. അത് എന്താണെന്ന് അറിയണമെങ്കിൽ അത് രാഹുൽ പുറത്തു വന്നതിന് ശേഷം ഉള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്താണ് പിന്നീട് രാഹുൽ ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലേ നമുക്ക് കൃത്യമായി പറയാൻ കഴിയൂ. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ പക വീട്ടാനുള്ള തയ്യാറെടുപ്പുകളിൽ തന്നെയാണ്. അതായത് തന്നെ ഇങ്ങനെ കൈകാര്യം ചെയ്ത രാഹുലിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞത് തന്നെ ഒരു പ്രദർശന വസ്തുവായി കൊണ്ടു നടക്കുന്നു എന്ന് രാഹുലിൻ്റെ ആക്ഷേപമുണ്ട്. അതുപോലെ തന്നെ ഇട്ടുകൊടുക്കുന്നു എന്ന ആക്ഷേപം രാഹുലിനുണ്ട്. അപ്പോൾ അതൊക്കെ രാഹുൽ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ നിയമപരമായ നടപടിക്രമങ്ങൾ പാലിക്കാതെ തന്നെ ഈ വിധത്തിൽ കൈകാര്യം ചെയ്തവരോട് പക വീട്ടാനുള്ള ഒരു നീക്കം നിയമപരമായി തന്നെ രാഹുൽ നടത്താനുള്ള സാധ്യതകൾ ഉറപ്പിക്കുന്ന വിധത്തിലാണ് രാഹുലിൻ്റെ ശരീരഭാഷയും മുഖഭാവവും എന്ന് നമുക്ക് പറയാൻ സാധിക്കും.